ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മാസത്തിലത്തെ കറണ്ട് അഫെയർസ് ആണ്. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഡേ 7 വരെയുള്ള കറണ്ട് അഫെയർസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. US-ൽ പെട്രോളിയത്തിൻ്റെ തന്ത്രപരമായ കരുതൽ ശേഖരം സൂക്ഷിക്കുന്നതിനുള്ള ധാരണാപത്രം ഏത് രാജ്യമാണ് അടുത്തിടെ ഒപ്പുവെച്ചത്? ഇന്ത്യയാണ് കേട്ടോ. US-ൽ പെട്രോളിയത്തിൻ്റെ തന്ത്രപരമായ കരുതൽ ശേഖരം സൂക്ഷിക്കുന്നതിനുള്ള ധാരണാപത്രം ഏത് രാജ്യമാണ് അടുത്തിടെ ഒപ്പുവെച്ചത്? ഇന്ത്യ. നെക്സ്റ്റ് നോക്കാം. ലോക വ്യാപാര സംഘടനയുടെ 25ാമത്തെ നിരീക്ഷക രാജ്യമായി മാറിയത് ഏതാണ്? തുർക്ക്മെനിസ്ഥാൻ. ഏത് രാജ്യമാണ്? തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ 25ാമത്തെ നിരീക്ഷക രാജ്യമായി മാറിയത് ഏതാണ്? തുർക്ക്മെനിസ്ഥാൻ. അടുത്തത് നോക്കാം. COVID-19 പകർച്ചവ്യാധി സമയത്തെ ഭക്ഷ്യധാന്യ വിതരണം ഏത് പദ്ധതിക്ക് കീഴിലാണ് വരുന്നത്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഓക്കെ, അപ്പോൾ COVID-19 പകർച്ചവ്യാധി സമയത്തെ ഭക്ഷ്യധാന്യ വിതരണം ഏത് പദ്ധതിക്ക് കീഴിലാണ് വരുന്നത്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. അടുത്തത് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ, അത് പ്രാബല്യത്തിലാകുന്നത് ഏത് തീയതി മുതലാണ്? 2020 ജൂലൈ 20. ഫാൻസി നമ്പർ അല്ല, 2020 ജൂലൈ 20. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രാബല്യത്തിലാകുന്നത് ഏത് തീയതി മുതലാണ്? 2020 ജൂലൈ 20. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമ ബഹിരാകാശ നിരീക്ഷണ കമ്പനിയുടെ പേരെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമ ബഹിരാകാശ നിരീക്ഷണ കമ്പനിയുടെ പേരെന്താണ്? ദിഗാന്താര. എന്താണ്? ദിഗാന്താര. നെക്സ്റ്റ് വൺ നോക്കാം. ആരാണ് പുതിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി? ലീ സെയിൻ ലൂങ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ആരാണ് പുതിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി? ലീ സെയിൻ ലൂങ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മലാക്ക കടലിടുക്കിൽ ഇന്ത്യ ജപ്പാൻ നാവികസേനകൾ നടത്തിയ വ്യായാമം ഏതാണ്? പാസ് എക്സ് കേട്ടോ. പാസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് എക്സസൈസ് അതിൻ്റെ ഷോർട്ട് ഫോം പോലെയാണ് പാസ് എക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ കൊറോണ വൈറസ് വാക്സിൻ മനുഷ്യ പരീക്ഷണം ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? എയിംസ് ആണ് കേട്ടോ. എയിംസ് പാട്ന. ഇന്ത്യയിൽ കൊറോണ വൈറസ് വാക്സിൻ മനുഷ്യ പരീക്ഷണം ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? എയിംസ് പാട്ന. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്ത്യ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ COVID-19 കിറ്റിൻ്റെ പേരെന്താണ്? കോറോഷ്വർ കേട്ടോ. കോറോഷ്വർ SURE. ഓർത്ത് വയ്ക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ COVID-19 കിറ്റിൻ്റെ പേരെന്താണ്? കോറോഷ്വർ. അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്ലിക്കേഷനായ എലമെൻറ്റ്സ് ആരാണ് സമാരംഭിച്ചത്? വെങ്കയ്യ നായിഡു ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്ലിക്കേഷനായ എലമെൻറ്റ്സ്, ഓക്കെ, എലമെൻറ്റ്സ് ആരാണ് സമാരംഭിച്ചത്? വെങ്കയ്യ നായിഡു. അടുത്ത് നോക്കാം. 12 ലക്ഷം കോടി രൂപയുടെ വിപണി മൂലധനം കടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി മാറിയത് ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, 12 ലക്ഷം കോടി രൂപയുടെ വിപണിയാണ്. 12 ലക്ഷം കോടി രൂപയുടെ വിപണി മൂലധനം കടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി മാറിയത് ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. നെക്സ്റ്റ് വൺ നോക്കാം. വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നൽകുന്നതിന് ആരാണ് CBSEയുമായി പങ്കാളിത്തം വഹിച്ചത്? ഫേസ്ബുക്കാണ്. ഓക്കെ, വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നൽകുന്നതിന് ആരാണ് CBSEയുമായി പങ്കാളിത്തം വഹിച്ചത്? ഫേസ്ബുക്ക്. അടുത്ത് നോക്കാം. തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഇന്ത്യ അടുത്തിടെ പരീക്ഷിച്ചു. ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പുതിയ പേരെന്താണ്? ധ്രുവസ്ത്ര. എന്താണ്? ധ്രുവസ്ത്ര. അസ്ത്രം കേട്ടോ. ധ്രുവസ്ത്ര. തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഇന്ത്യ അടുത്തിടെ പരീക്ഷിച്ചു. ഇതിൻ്റെ പേരെന്താണ്? പുതിയ പേരെന്താണ്? ധ്രുവസ്ത്ര. നെക്സ്റ്റ് വൺ നോക്കാം. കോവിഡ് രോഗികൾക്ക് ശ്രീചിത്ര അടിയന്തര ശ്വസന സഹായം നൽകാൻ വേണ്ടി നിർമ്മിച്ച ഉപകരണത്തിൻ്റെ പേരെന്താണ്? എയർ ബ്രിഡ്ജ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ കോവിഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. കോവിഡ് രോഗികൾക്ക് ശ്രീചിത്ര അടിയന്തര ശ്വസന സഹായം നൽകാൻ വേണ്ടി നിർമ്മിച്ച ഉപകരണത്തിൻ്റെ പേരെന്താണ്? എയർ ബ്രിഡ്ജ്. കോവിഡ് രോഗികൾക്ക് ശ്രീചിത്ര അടിയന്തര ശ്വസന സഹായം നൽകാൻ വേണ്ടി നിർമ്മിച്ച ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഓക്കെ, എയർ ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പോൾ കോവിഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. കോവിഡ് രോഗികൾക്ക് ശ്രീചിത്ര അടിയന്തര ശ്വസന സഹായം നൽകാൻ വേണ്ടി നിർമ്മിച്ച ഉപകരണത്തിൻ്റെ പേരെന്താണ്? എയർ ബ്രിഡ്ജ്.
അടുത്ത് നോക്കാം, ഏത് ചലച്ചിത്രകാരനാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2020 നേടിയത്? കെസങ് ഡി തോങ് ടോക്ക് ആണ്. ആരാണ്? കെസങ് ഡി തോങ് ടോക്ക്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് ചലച്ചിത്രകാരനാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് 2020 നേടിയത്? കെസങ് ഡി തോങ് ടോക്ക്. നെക്സ്റ്റ് വൺ നോക്കാം, ഏത് അന്താരാഷ്ട്ര സംഘടനയിൽ നിന്ന് പിന്മാറാനാണ് അമേരിക്ക ഔപചാരികമായി തീരുമാനിച്ചത്? ലോകാരോഗ്യ സംഘടന. ഓക്കെ, ഏത് അന്താരാഷ്ട്ര സംഘടനയിൽ നിന്ന് പിന്മാറാനാണ് അമേരിക്ക ഔപചാരികമായി തീരുമാനിച്ചത്? ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേട്ടോ. അടുത്ത് നോക്കാം, ഏത് തുറമുഖം വഴിയാണ് അടുത്തിടെ ത്രിപുരയിലെ വടക്കു കിഴക്കു ഭാഗമായ അഗർത്തലയിലേക്ക് കയറ്റുമതി ആരംഭിക്കുന്നത്? ചിറ്റഗോങ് ആണ് കേട്ടോ. ഏത് തുറമുഖം വഴിയാണ് അടുത്തിടെ ത്രിപുരയിലെ വടക്ക് കിഴക്ക് ഭാഗമായ അഗർത്തലയിലേക്ക് കയറ്റുമതി ആരംഭിക്കുന്നത്? ചിറ്റഗോങ്. നെക്സ്റ്റ് നോക്കാം, ഗെറ്റിംഗ് കോമ്പറ്റിറ്റീവ് എ പ്രാക്ടീഷണേഴ്സ് ഗൈഡ് ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഗെറ്റിംഗ് കോമ്പറ്റിറ്റീവ് എ പ്രാക്ടീഷണേഴ്സ് ഗൈഡ് ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? RC ഭാർഗവയാണ് കേട്ടോ. ഓർത്തു വയ്ക്കുക, RC ഭാർഗവ. നെക്സ്റ്റ് വൺ നോക്കാം, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 ആതിഥേയത്വം വഹിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഹരിയാനയാണ് കേട്ടോ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 ആതിഥേയത്വം വഹിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഹരിയാന. നെക്സ്റ്റ് നോക്കാം, അടുത്തിടെ ഇന്റൽ ഏത് ഇന്ത്യൻ കമ്പനിയിലാണ് 1894.50 കോടി രൂപ നിക്ഷേപിച്ചത്? ജിയോ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അടുത്തിടെ ഇന്റൽ ഏത് ഇന്ത്യൻ കമ്പനിയിലാണ് 1894.50 കോടി രൂപ നിക്ഷേപിച്ചത്? ജിയോ പ്ലാറ്റ്ഫോം. നെക്സ്റ്റ് വൺ നോക്കാം, 2020 ലോക യുവജന നൈപുണ്യ ദിനത്തിൻ്റെ എന്നാണ്? ലോക യുവജന നൈപുണ്യ ദിനം ജൂലൈ 15 അതിൻ്റെ പ്രമേയം എന്താണ്? ഒരു ചെറുത്തുനിൽപ്പിന് യുവാവിനുള്ള കഴിവുകൾ. എന്താണ്? ഒരു ചെറുത്തുനിൽപ്പിന് യുവാവിനുള്ള കഴിവുകൾ. അപ്പോൾ 2020 ലോക യുവജന നൈപുണ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഒരു ചെറുത്തുനിൽപ്പിന് യുവാവിനുള്ള കഴിവുകൾ. നെക്സ്റ്റ് നോക്കാം, കരിമ്പുഴ കേരളത്തിലെ എത്രാമത്തെ വന്യജീവി സങ്കേതമാണ്? 18ാമത്തെയാണ് കേട്ടോ. കരിമ്പുഴ കേരളത്തിലെ എത്രാമത്തെ വന്യജീവി സങ്കേതമാണ്? 18. നെക്സ്റ്റ് വൺ നോക്കാം, ഇന്ത്യയുടെ UN സ്ഥിരം പ്രതിനിധിയായി ആരെയാണ് നിയമിക്കുന്നത്? ഇന്ദിരാമണി പാണ്ഡെ. ഓക്കെ, ഇന്ത്യയുടെ UN സ്ഥിരം പ്രതിനിധിയായി ആരെയാണ് നിയമിക്കുന്നത്? ഇന്ദിരാമണി പാണ്ഡെ. അടുത്ത് നോക്കാം, ലോകമെമ്പാടും നിയമപരമായ വിവരങ്ങൾ നൽകുന്നതിന് COVID-19 ലോ ലാബ്. ഓക്കെ, COVID-19 ലോ ലാബ് ആരംഭിച്ചത് ഏത് സംഘടനയാണ്? ലോകാരോഗ്യ സംഘടന. ഓക്കെ, ഒന്നുകൂടെ പറയാം, ലോകമെമ്പാടും നിയമപരമായ വിവരങ്ങൾ നൽകുന്നതിന് COVID-19 ലോ ലാബ് ആരംഭിച്ചത് ഏത് സംഘടനയാണ്? ലോകാരോഗ്യ സംഘടന. അടുത്ത് നോക്കാം, ക്ലൈമറ്റ് ആക്ഷൻ 2020 വെർച്വൽ മിനിസ്റ്റീരിയലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? പ്രകാശ് ജാവ്ദേക്കർ ആണ്. ആരാണ്? പ്രകാശ് ജാവ്ദേക്കർ. ഓക്കെ, ഒന്നുകൂടി പറയാം, ക്ലൈമറ്റ് ആക്ഷൻ 2020 വെർച്വൽ മിനിസ്റ്റീരിയലിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? പ്രകാശ് ജാവ്ദേക്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ലോക ഇമോജി ദിനവും അന്താരാഷ്ട്ര നീതിന്യായ ദിനവും നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? 2020 ജൂലൈ 17. ഓർത്തു വയ്ക്കുക, ലോക ഇമോജി ദിനം അതേപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? 2020 ജൂലൈ 17. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഓവർ ഡ്രാഫ്റ്റ് സേവിങ് ദി ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഊർജിത് പട്ടേലാണ് കേട്ടോ. ഓവർ ഡ്രാഫ്റ്റ് സേവിങ് ദി ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഊർജിത് പട്ടേൽ. ആരാണ് നെൽസൺ മണ്ടേല സമ്മാനം 2020 നേടിയത്? മൊറിയാന കൊയാറ്റെ അതേപോലെ തന്നെ മരിയാന വർഡിനോ യാനസ്. ആരൊക്കെയാണ്? മൊറിയാന കൊയാറ്റെ, മരിയാന വർഡിനോ യാനസ്. ഓക്കെ, അപ്പോൾ രണ്ടും മൊറിയാന മരിയാന അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരാണ് നെൽസൺ മണ്ടേല സമ്മാനം 2020 നേടിയത്? മൊറിയാനയും അതേപോലെ തന്നെ മരിയാനയും. അടുത്ത് നോക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പർക്കരഹിത കാർ പാർക്കിംഗ് അവതരിപ്പിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഹൈദരാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പർക്കരഹിത കാർ പാർക്കിംഗ് അവതരിപ്പിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഹൈദരാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത് നോക്കാം, FAOയുടെ ആഗോള വനവിഭവ വിലയിരുത്തൽ അനുസരിച്ച് വനവിസ്തൃതി വളർച്ചയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3 കേട്ടോ. FAOയുടെ ആഗോള വനവിഭവ വിലയിരുത്തൽ അനുസരിച്ച് വനവിസ്തൃതി വളർച്ചയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. FAO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം,
എവിടെയാണ് 44 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നബാർഡ് ആരംഭിച്ചത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. എവിടെയാണ് 44 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നബാർഡ് ആരംഭിച്ചത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അടുത്ത് നോക്കാം. ആരാണ് ഇന്ത്യയുടെ 66ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ? ആരാണ് ഇന്ത്യയുടെ 66ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ? ജി ആകാശാണ്, തമിഴ്നാട്. ഓക്കെ, ജി ആകാശ്. അടുത്ത് നോക്കാം. കോസ്മോസിനെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്മോസിനെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആസ്ട്രോസ് മിഷൻ. എന്താണ്? ആസ്ട്രോസ് മിഷൻ. നെക്സ്റ്റ് വൺ നോക്കാം. ബ്രിക്സ് CCI. CCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേട്ടോ. അപ്പോൾ ബ്രിക്സ് CCIയുടെ ഓണററി ഉപദേശകനായി ആരെയാണ് നിയമിച്ചത്? സഹിൽ സേത്ത്. ഓക്കെ, അപ്പോൾ ബ്രിക്സ് CCIയുടെ ഓണററി ഉപദേശകനായി ആരെയാണ് നിയമിച്ചത്? സഹിൽ സേത്ത്. ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം. വിദ്യാർത്ഥികളുടെ മാനസിക ശേഷി ഉറപ്പാക്കാൻ ഏത് സംരംഭമാണ് അടുത്തിടെ കേന്ദ്രമന്ത്രി രമേശ് പൊക്രിയാൽ പ്രഖ്യാപിച്ചത്? മനോദർപ്പൺ. ഓക്കെ, വിദ്യാർത്ഥികളുടെ മാനസിക ശേഷി ഉറപ്പാക്കാൻ ഏത് സംരംഭമാണ് അടുത്തിടെ കേന്ദ്രമന്ത്രി രമേശ് പൊക്രിയാൽ പ്രഖ്യാപിച്ചത്? മനോദർപ്പൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ജൂൺ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.